ഇവിടെ ബുക്ക് ചെയ്തിരുന്നോ ഇവിടെ ചേട്ടാ? വരാൻ ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ കൊച്ചമ്മയും സാറും ഇല്ല. അതല്ലേ കറക്റ്റ് ടൈമിന് ഞാൻ കൊണ്ടുവന്നത്. ഒരു കൈ തരൂ, ഇതകത്ത് വെച്ചേക്കാം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? നീ ആകെ ക്ഷീണിച്ചു പോയല്ലോ. മൊട്ടയും മോൺമിറ്റൊക്കെ ശരിക്കും കഴിച്ചോണം. ഇന്ന് ഇത്തിരി ബിസിയാ. ഒരു 100 സ്ഥലത്ത് കൊടുക്കാനുള്ളത് മുഴുവൻ ആ കാലമാടം പല്ലം കോയതിനകത്ത് കേട്ടിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ തവണ പറഞ്ഞ ഐറ്റംസ് എല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. മുഴുവൻ പോർണ അല്ല, ഇത് നോക്കിയേ, കംപ്ലീറ്റ് എലാസ്റ്റിക്കാ. വലിയ പോർണ കണ്ട മാലിയും മലേഷ്യ ഒന്നും അല്ല, ഒറിജിനൽ ഫ്രം ബോംബെ, ദുബായ്. ഇതൊരെണ്ണം മതി. പെർഫ്യൂം, വാഷിംഗ് മെഷീൻ, സോണി, TV എന്താ വേണ്ടെന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞാൽ മതി. ഫോറിൻ സാധനങ്ങൾ മേടിക്കാൻ ഈ സിറ്റിയിൽ ഞാൻ ആളുകളുടെ പറയും ഓടിപ്പാഞ്ഞ് ഇറക്കി. അല്ല, ആളുകൾ എന്റെ പറയും ഓടിപ്പാഞ്ഞ് ഇറക്കി. ഇപ്പൊ ഇത്രേ ഉള്ളൂ, ബാക്കി പിന്നെ തരാം. മതി 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 മതി. എന്നാ ചേട്ടൻ പോട്ടെ. എപ്പോ എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ ഈ അച്ഛനെ അറിയിച്ചാൽ മതി. എന്റെ കസ്റ്റമേഴ്സ് മുഴുവൻ സ്ത്രീകളാ, അതിലാ ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. പോട്ടെ. അപ്പം എത്ര കൊല്ലം പട്ടാളത്തിലുണ്ടായിരുന്നു? 25 വർഷം. ചൈന വാറും പാകിസ്ഥാൻ വാറും ഞാൻ ഒറ്റയ്ക്ക് നിന്നാ ഫേസ് ചെയ്ത്. എന്റെ പൊന്നിക്ക മലയാളത്തിലല്ലേ പറഞ്ഞത്. ആ പണി പറ്റാത്തതുകൊണ്ട് ലിക്കന്റെ പ്രാന്തക്ക് അഭിനയിച്ച് അവിടുന്ന് പുറത്തിയാടിയത്. എടാ വേലവയ്പാ, നിന്റെ വായിലെ നാവുകൊണ്ട് പച്ചവെള്ളം പോലും മരുന്നാക്കി വെക്കുന്നവനല്ലേ നീ? ഇവനും കൊണ്ട് തെരുവിലേക്ക് ഇറങ്ങിക്കോ. നിങ്ങൾക്ക് വെച്ച് ഒരു പണി വിടില്ല. എന്റെ പൊന്നി ജാസിക്ക, ആ പരിപാടിയൊക്കെ ഞാൻ എന്നെ നിർത്തി. ഞങ്ങളെല്ലാം നേരത്തെ പറഞ്ഞല്ലേ, എന്തെങ്കിലും ഒരു പണിയായിട്ട് ഇവിടെ കൂടിയാലേ രക്ഷയുള്ളൂ. അങ്ങനത്തെ ഒരു പൊസിഷൻ ഇല്ലാണ്ട് ഇപ്പോ. എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാൻ ഞങ്ങൾ തയ്യാറാ. അതിനിവിടെ എന്തെങ്കിലും ഒരു ജോലി ഒഴിവേണ്ടേ? ആകെ ഒരു മാനേജർ പോസ്റ്റ് ഉണ്ട്. അത് മതിയില്ലേ? അതെ. അപ്പൊ പിന്നെ ഞാൻ അവിടെ പോകും. അല്ലെങ്കിൽ തന്നെ പോലീസും പട്ടാളൊക്കെ പറഞ്ഞാൽ തന്നെ എനിക്ക് പേടിയാ. ഹേയ്, അതൊന്നും ഓർത്തിക്കാ പേടിക്കണ്ട. എല്ലാം ഒന്ന് കലങ്ങി തെളിയുന്നവരൊന്ന് പിടിച്ചു വെക്കണം, അത്രേ ഉള്ളൂ. 2 കുരുന്ന ജീവിതങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതെന്ന് ഓർക്കണം. ഞാൻ സൂചിച്ച് ചുമക്കാൻ പറ്റുമോ? ഏറ്റു. എന്നാ പിന്നെ ഇവിടെ തന്നെ കൂടിക്കോ. ഓക്കെ. ആ മാത്തുക്കുട്ടി ഒരു പാഠം പഠിപ്പിക്കാൻ ഒരാൾ വേണം. പക്ഷെ അവസാനം ഇന്നത്തെ അവിടെ പുറത്താക്കരുത്. അപ്പൊ ഇന്ന് മുതല് നമ്മൾ ഒരു സെറ്റപ്പ് നീങ്ങുന്നു. കൊടുകായി അത് വേണ്ട, നമ്മൾ 2 സെറ്റപ്പിൽ നീങ്ങിയാൽ മതി. നിങ്ങൾ നിങ്ങളുടെ സെറ്റപ്പിലും ഞാൻ എന്റെ സെറ്റപ്പിലും. പിന്നെ എനിക്ക് പോലീസ് എനിക്ക് ഒരു വലിയ പരിചയമില്ല. അപ്പോ നിങ്ങൾ ആ മുറി കൂടിക്കോളൂ. ആ മാറേ കഴിക്കണക്കെ. എടോ, തന്നോട് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് തന്നെ തുണിക്കച്ചവടം എന്റെ ഗ്യാസും തമ്മിൽ ചേരൂലെന്ന്.
7 തവണ. സത്യം പറഞ്ഞാൽ എനിക്കും അത് ഇഷ്ടമല്ല. വൈകുന്നേരം 5 വരെ ഗ്യാസിന്റെ ജോലി, പിന്നെ 5-ന് ശേഷം എന്തെങ്കിലും ഹോബി ആണല്ലോ, അതുകൊണ്ടാ. എന്നെ കുറിച്ച് പരാതിയൊന്നുമില്ലല്ലോ. അപ്പൊ ഈ നാട്ടുകാരെ മുഴുവൻ തന്നെ കുറിച്ച് പരാതി പറയുന്നോടു. അതെ അതെ, എന്തതെ? വെറുതെ വരാതെ. കൈക്കൂലി മേടിച്ച് സിലിണ്ടർ കൊണ്ടുപോയി കിടക്കാൻ എന്നെ കിട്ടില്ല. അതിന് ചില ഫ്രോഡുകൾ കാണും. എന്റെ സംഗതി നേരെ വാ നേരെ പോ എന്നുള്ളതാണ്. ഈ കൈകൾ മാർപ്പാപ്പയെ പോലെ പരിശുദ്ധമാണ്. പുതിയ ആൾക്കാരെ വെച്ചപ്പോ സാർ എന്നോട് ഒരു വാക്കുപോലും പറഞ്ഞില്ല. അല്ല, അതിപ്പോ വലിയ കാര്യമായി ഞാൻ എടുത്തിട്ടൊന്നുമില്ല. ഒറ്റ രാത്രി കൊണ്ടല്ലേ മറിമായി നടന്നത്. കസ്റ്റമേഴ്സിന്റെ അടുത്ത് ഒരു മിനിമം ഡീസൻസ് എങ്കിലും പുലർത്താൻ അറിയുന്നവർ വേണ്ടേ? വേണം. അതുകൊണ്ടാണ് മറിമായം നടന്നതും ഞങ്ങളെ ജോലിക്ക് നിർത്തിയതും. അല്ലെങ്കിൽ ബിസിനസ് പൊളിയും. പക്ഷെ മാത്തുക്കുട്ടിയുടെ ബിസിനസ് പൊളിയില്ല. ലേഡീസ് ഐറ്റംസ് അല്ലേ മെയിൻ. എന്റെ തൊഴിലിനോടുള്ള ആത്മാർത്ഥയാണ് അവർ ചോദ്യം ചെയ്തിരിക്കുന്നത്. ഗ്യാസ് നിറച്ച ഒരു സിലിണ്ടർ പോലെയാണ് ഇപ്പൊ എന്റെ മനസ്സ്. വാൽവ് മുറുക്കി അടച്ചേരെ, അല്ലെങ്കിൽ ലീക്കുണ്ടാവും. പരിഹാസ ശരങ്ങൾക്ക് നടുവിലൂടെ ആയുധമില്ലാതെ നീങ്ങുന്ന ഒറ്റപ്പെട്ട പടയാളിയെ പോലെയാണ് ഞാൻ. ഒരേറ്റുമുട്ടൽ ഏത് നിമിഷവും ഉണ്ടാകും. അതൊരു പ്രശ്നമല്ല. മര്യാദയ്ക്ക് ഇവിടെ നിന്നാ നിനക്ക് കൊള്ളാം. അല്ലെങ്കിൽ ആ കംപ്ലൈൻസ് ഉള്ള കസ്റ്റമേഴ്സിനൊക്കെ ഒന്ന് ചെന്ന് കാണണം. ആ 324 സ്റ്റൗവിന് എന്തോ കംപ്ലൈന്റ് ഉണ്ട്, അതൊന്ന് മാറ്റി കൊടുക്കണം. ഞാൻ പോയി അറ്റൻഡ് ചെയ്യാം. ഇത്രയും കാലം താൻ അറ്റൻഡ് ചെയ്തിട്ട് മുഴുവൻ കംപ്ലൈൻസ് അല്ലേ ഉള്ളൂ. ഇനി ഞങ്ങൾ നോക്കിക്കോളാം. താൻ വീട് കാണിച്ചെന്നാ മതി അല്ലേ? അതെ. ആ വാ. ഓടോ നീ വന്നേ, എല്ലാം പഠിപ്പിച്ചു തരാം. ഇതെന്ത് പരിപാടി? എനിക്ക് കയറുന്നത് പുറകെ കയറ്. അവിടെ ആവുമ്പോ കൃത്യമായിട്ട് വഴി പറഞ്ഞു തരാനും പറ്റും, നല്ല കാറ്റും കിട്ടും. അല്ല, ഞാൻ ആ സ്ഥിരമായിട്ട് ആദ്യം തന്റെ തലയ്ക്ക് സ്ഥിരമായിട്ട്, എന്നിട്ട് വിട്ടിരിക്കാം. ഓടോ, പോയി കയറോ. എന്താ എന്ത് പറ്റി? സോറി. അല്ല, ഞാൻ ഈ ഓരോ വീട്ടിലേക്കും കടന്നില്ല രീതി ഞാനൊന്ന് ഈ പ്രാക്ടീസ് ചെയ്യായിരുന്നു, ഇങ്ങനെ ഡൈവ് ചെയ്തിട്ട്. കൊള്ളാം. പക്ഷെ ഇത്രയും സ്പീഡ് വേണ്ട. ചിലപ്പം ഇതിന്റെ ഇരട്ടി സ്പീഡിൽ തിരിച്ചു വരേണ്ടി വരും. കുറച്ചുകൂടി സ്ലോ ചെയ്യല്ലേ? താങ്ക് യു. ഓക്കെ. നമസ്കാരം. നമസ്കാരം. അമ്മ ഞങ്ങൾ കോയ ഏജൻസീസ് വരിക. എന്തോ കംപ്ലൈൻസ് ഉണ്ടെന്ന് പറഞ്ഞു. സ്റ്റൗ കത്തുന്നില്ല. 2 ദിവസം മുമ്പ് ആ മാത്തുക്കുട്ടി വന്ന് റിപ്പയർ ചെയ്തതാ. അവനെവിടെ? പിന്നെ അയാളെ ഞങ്ങൾ തൽക്കാലം സസ്പെൻഷനിൽ നിർത്തിയിരിക്കുക. അതെ, ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല. അതെ. വരൂ. താങ്ക് യു. ഇതാ. സ്വിച്ചിന് കംപ്ലൈൻസ് ഒന്നുമില്ല. ഇതിനെന്താ കുഴപ്പം? മോശിപ്പിച്ചു. നിങ്ങൾ പുതിയതായിട്ട് വന്നവരാണോ? ഏയ്, ഞങ്ങള് മാത്തുക്കുട്ടിക്ക് പകരം വന്നവരൊന്നുമില്ല. പോയി ഞങ്ങള് റിലേറ്റീവ്സാ, ഷെയർ ഹോൾഡേഴ്സ്. ഈ സ്വന്തം സ്ഥാപനമാകുമ്പോ നമ്മൾ തന്നെ കാര്യങ്ങൾ നേരിട്ട് ഇടപെട്ടാലേ ശരിയാവൂ. ജോലിക്കാരെ വെച്ചാൽ തന്നെ ഇക്കാലത്ത് നമ്മൾ കൂടെ നിന്നില്ലെങ്കിലേ മുഴുവൻ കംപ്ലൈൻസാ. അമ്മേ, ഇതിനിപ്പോ എന്താണ് കംപ്ലൈൻസ്? കത്തുന്നില്ല. കത്തിച്ചു നോക്കിയോ? കത്തിക്കാൻ തിരി കാണുന്നില്ലല്ലോ. നോക്കി നിൽക്കാതെ നീ ആ വാൽ വഴിച്ച് ക്ലീൻ ചെയ്യേ. എന്നിട്ട് നോക്കടാ. ഇതൊക്കെ ആ മാത്തുക്കുട്ടിയായിരുന്നെങ്കിൽ 1 നിമിഷം കൊണ്ട് ശരിയാക്കിയേനെ. ഗ്യാസ് ഉണ്ടോ? പിന്നെ പുതിയ സിലിണ്ടറാ. വേലപ്പ ഗ്യാസ് ലീക്ക് ചെയ്യുന്നു. നീ അത് കയ്യിൽ വെച്ചോണ്ടിരിക്കാതെ ഫിറ്റ് ചെയ്യേ.
സെറ്റ് ചെയ്തു. കത്തിച്ചു നോക്ക്. എന്റെ ദൈവമേ, ഭാഗ്യം. ഏതായാലും കത്തിയല്ലോ, നന്നായി. അമ്മയുടെ സർവൻസ് ആരുമില്ലേ? ഇല്ല. ഒരുത്തി വെക്കാത്ത എന്താ? വാ വാ. നിങ്ങളുടെ നാടെവിടെയാ? പിന്നെ കുറച്ച് വടക്കാ. ഇവിടെ എവിടെയാ താമസിക്കുന്നത്? കോയയുടെ ഫ്ലാറ്റിലാ. ഓ. അവിടെ ആകുമ്പോ രാത്രി തണ്ണി കണക്ക് നോക്കാം. തിരക്ക് കാരണം വീട്ടിൽ പോകാനൊന്നും സമയം കിട്ടാറില്ല. ചായ എന്തെങ്കിലും ഓ, കുടിക്കോ? വിരോധമില്ല. ഇനിയും 8-10 വീടുകളിലൂടെ പോകാനുണ്ട്. ഇനി ഒരിക്കലാവാം. ഓക്കെ. ഇനി ഇതുപോലെ എന്തെങ്കിലും റിപ്പയർ വന്നാൽ ഞങ്ങളെ തന്നെ വിളിക്കണം. ആ. കൂടാതെ ഇതുവഴി പോകുമ്പോ ഉച്ചയാണെങ്കിൽ വന്ന് ഊണ് കഴിക്കാം, വൈകുന്നേരം ആണെങ്കിൽ കാപ്പ് കുടിക്കാം, ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ഞാൻ ഇതുവഴി പോവാം. ഓട്ടെ അമ്മേ. വേഗം എനിക്കിതുപോലെ വീട്ടിൽ നിൽക്കാനൊന്നും പറ്റില്ല. രണ്ടെണ്ണം കൂടെ സ്റ്റവ് നോക്കാൻ പോയിട്ട് മണിക്കൂർ രണ്ടായി. ഒന്ന് നിർത്തണം. നിന്നെ ഗ്യാസ് കുറ്റി കണ്ടപ്പോ തിരിച്ചറിയില്ലോ. എന്നെ കൊണ്ട് വാചോടി നിർത്തറ. നിനക്ക് ഈ ഇളിപ്പാണ് നല്ലത്. എടാ, ദൈവം ഓരോ കാര്യത്തിനും ഓരോരുത്തരെ സൃഷ്ടിച്ചു വിട്ടിട്ടുണ്ട്. അതിന്റെ ഒരു ഉദാഹരണമാണ് നീ. എടാ പഴങ്കഞ്ഞു വേലപ്പാ, ഉദാഹരണം പറയാൻ ഇയാളാരി കബഡി കളിക്കായിരുന്നോ? ഒന്ന് പോരാ. അല്ല, കിളിത്തട്ടുകാരൻ. കിളിത്തട്ട് കളിച്ചാൽ മതി കേട്ടാ, ഇടയ്ക്ക് കയറിയെന്ന് കളിക്കണ്ട. നിന്റെ ഇടത്തട്ടിന്റെ കാര്യം ഞാൻ കോയോട് പറയുന്നുണ്ട്. നീ പറയോടാ. വണ്ടി എടുത്താൽ മതി. ഉള്ളിലോട്ട്